ഓക്കെ, ഓൾറെഡി നമ്മൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഇൻ്റഗ്രൽ ഫോർമുലയാണ് പറയാൻ പോകുന്നത്. If f of z is analytic in a domain D, then it has a derivative of all orders in D, which are then also analytic functions in D. The values of these derivatives at a point set not in D are given by the formulas. ഫോർമുലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണ്. ഒരു ഡൊമൈൻ ഡയിൽ അനലറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഓർഡേഴ്സിലുള്ള ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുള്ള പ്രൂഫ് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. എല്ലാ ഓർഡേഴ്സിലുള്ള ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ അത് അനലറ്റിക് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഡിയിൽ തന്നെ അനലറ്റിക് ആവുകയും ചെയ്യും. അതിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 1/2πi എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ത് വരും? 2 factorial/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ ക്യൂബ്. അപ്പോൾ എഫ് റൈസ് ടു എൻ സെറ്റ് നോട്ട് എന്ത് വരും? nth ഡെറിവേറ്റീവ് n factorial by 2πi integral over c f of z by z minus z naught whole raised to n plus 1 dz. n equal to 1, 2, 3 etc. c എന്ന് പറയുന്നത് എന്താണ്? ഹിയർ c is any simple closed path in c which encloses z naught. അപ്പോൾ z naught എന്നുള്ള പോയിന്റ് ഈ c എന്നുള്ള കർവിൻ്റെ ഉള്ളിൽ കിടക്കണം. ആൻഡ് whose full interior belongs to d. ആൻഡ് ദ കർവ് സി ഈസ് ഓറിയൻറ്റഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ്. അപ്പോൾ ഡി എന്നുള്ളത് ഡൊമൈനാണ്. ഡിയുടെ ഉള്ളിൽ മൊത്തമായിട്ടും സി കിടക്കണം. സിയുടെ ഉള്ളിലായിരിക്കണം ഈ സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റ് കിടക്കേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം നോക്കിയാൽ മതി. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എഫ് റൈസ് ടു എൻ ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു n plus 1 dz is also valid when n equal to 0, as it then becomes the Cauchy integral formula. അപ്പോൾ n equal to 0 ആവുന്ന കേസിലും ഇത് പോസിബിൾ ആണ്. അതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Cauchy integral formula എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 1/2πi എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. nth ഡെറിവേറ്റീവിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. എങ്ങനെയാണ് പ്രൂഫ് തുടങ്ങണേന്ന് നോക്കാം. ഇതിൽ എടുത്തിരിക്കുന്നത് ഇത്രയാണ്. ഡി എന്നുള്ള ഡൊമൈനിലുള്ള ഒരു കർവാണ് സി എന്ന് പറയുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതിൻ്റെ കർവിൻ്റെ ഡയറക്ഷൻ പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിലാണ്. അതുപോലെ സെറ്റ് നോട്ട് എന്നുള്ളൊരു ഇൻറ്റീരിയർ പോയിൻ്റാണ് സിയുടെ. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് നോട്ടും അതുപോലെ തന്നെ സിയിലെ ഒരു പോയിൻറ്റും തമ്മിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് എടുത്തിരിക്കുന്നത്. ബാക്കി ഏത് പോയിൻ്റ് എടുത്താലും ഈ ഡിനേക്കാളും ഗ്രേറ്റർ ആവുന്ന വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിൽ നിന്ന് സി എന്നുള്ള കർവിലേക്കുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പോൾ വേറെ ഏത് പോയിന്റ് എടുത്താലും സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്നുള്ളത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. ഡിയോ ഡിനേക്കാൾ വലുതോ ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൂഫ് തുടങ്ങാം. ഗിവൺ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ആൻഡ് സെറ്റ് നോട്ട് ബിലോങ്സ് ടു ഡി. ഹെൻസ് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് അറ്റ് സെറ്റ് നോട്ട് ആൻഡ് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു, നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല വെച്ചിട്ട് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിനെ എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. ഓൾറെഡി ഡെറിവേറ്റീവിൻ്റെ ഫോർമുല വെച്ചിട്ടാണ് അത് എഴുതിയത്. ഓക്കെ, ആൻഡ് സി ബി എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ഡി എൻക്ലോസിംഗ് സെറ്റ് നോട്ട് ആൻഡ് ഓറിയൻറ്റഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞ പോലെ ഡി എന്നുള്ളത് ഡിനോട്ട് ദി സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സെറ്റ് നോട്ട് ടു ദ പോയിന്റ് സെഡ് ഓൺ സി. ചൂസ് ഡെൽറ്റ സെറ്റ് നോട്ട് സഫിഷ്യൻ്റ്ലി സ്മോൾ സോ ദാറ്റ് 0 ലെസ് ദാൻ മോഡ് സെറ്റ് ഡെൽറ്റ സെറ്റ് നോട്ട് ലെസ് ദാൻ ഡി ആൻഡ് സോ ദാറ്റ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് ലൈസ് വിതിൻ സി. ദെൻ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല, നമ്മൾ ഓൾറെഡി കോഷി ഇൻ്റഗ്രൽ ഫോർമുല പഠിച്ചതാണ്. എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു എന്തെഴുതാം? 1/2πi എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെഡ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് എന്താ എഴുതുക? 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് എന്തെഴുതാം? സെറ്റ് നോട്ടിന് പകരം എന്തെഴുതാം? സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് നോട്ട് എന്താണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് ഈക്വൽ ടു 1/ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു, ഇപ്പോൾ നമ്മൾ എഴുതിയ രണ്ട് ഫോർമുലയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഡി സെറ്റ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി
എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുക്കുകയാണ് 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി. എഫ് ഓഫ് സെഡ് കോമൺ ആണ്, അപ്പോൾ അതിനെ നമ്മൾ എഴുതുന്നു 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതുന്നു. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് എൽ സി എം കണ്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ എൽ സി എം കാണുമ്പോൾ എന്താ വരും? ഇത് നമ്മുടെ എൽ സി എം ആയിട്ട് വരും അല്ലേ? സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട്, ഇതാണ് എൽ സി എം ആയിട്ട് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഇവിടേക്ക് പോകും, ഈ ടേം ഇപ്പുറത്തേക്കും പോകും അല്ലേ? അപ്പോൾ എന്താ വരിക? സെറ്റ് മൈനസ് സെറ്റ് നോട്ടും വരും, മൈനസ് എന്ത് വരും? ഈ ടേം ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്യാൻസൽ ആവുന്ന ഏതൊക്കെ? സെഡും ക്യാൻസൽ ആയി പോകും. സെറ്റ് നോട്ട് മൈനസ് സെറ്റ് നോട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ സെറ്റ് നോട്ട് അവിടെ വരും, പിന്നെ ഒരു ഡെൽറ്റ സെറ്റ് നോട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ബാക്കി എന്താ വരിക? അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു എക്സ് സെഡ് മൈനസ് സെറ്റ് നോട്ട് ഡി സെഡ് എന്ന് കിട്ടും. അതായത് ന്യൂമറേറ്ററിലൊരു ഡെൽറ്റ സെറ്റ് നോട്ട് വരും, അത് ഡിനോമിനേറ്ററിലുള്ള ഡെൽറ്റ സെറ്റ് നോട്ടുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ് എന്നുള്ളൊരു ടേം സബ്ട്രാക്ട് ചെയ്യാണ്. ഇപ്പോൾ കിട്ടിയ നമ്മൾ ഇക്വേഷനിൽ രണ്ട് സൈഡിലും നമ്മളിത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ലെഫ്റ്റ് സൈഡ് എന്ത് വരും? എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ, അതായത് ഈ ഒരു ടേം നമ്മൾ രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. റൈറ്റ് സൈഡ് എന്ത് വരും? 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ ഡിനോമിനേറ്റർ എഴുതിയിട്ടുണ്ട് മൈനസ് ഈ ടേം രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്ത് എഴുതിയിരിക്കണം, അത് വായിക്കണില്ല ഇനി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2πi ഇൻറ്റഗ്രൽ ഓവർ സി ഡെൽറ്റ സെറ്റ് നോട്ട് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ്. അപ്പോൾ എൽ സി എം കണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ എം എൽ ഇനീക്വാളിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എം ബി ദ മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് എടുക്കുക ഓൺ സി. സിൻസ് കാരണം എന്താ വെച്ചാൽ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണെന്ന്. കാരണം സെഡും സെറ്റ് നോട്ടും തമ്മിലുള്ള എനി പോയിൻ്റ് ആണ് സെഡ് എന്ന് വിചാരിക്കുക. സി എന്നുള്ള കർവിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണ് ഇസഡ് എങ്കിൽ സെഡും സെറ്റ് നോട്ടും തമ്മിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ mod set minus set not greater than or equal to d and mod delta set not less than d, we get mod z minus set not minus delta set not equal to, നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാം, മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഒരു ബ്രാക്കറ്റിൽ എഴുതുന്നു മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് മോഡ് ഡെൽറ്റ സെറ്റ് നോട്ട് എഴുതാം ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഓക്കെ, therefore delta set naught f of z by set minus set naught minus delta set naught into z minus set naught whole square is less than or equal to mod delta set naught into f of z ൻ്റെ മാക്സിമം വാല്യൂ m എന്ന് പറഞ്ഞിട്ടുണ്ട്, ദറ്റ് ഈസ് m ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് d മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു ഡി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇഫ് എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദി കോണ്ടൂറിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ നമുക്ക് ഈ ഇനീക്വാളിറ്റി എങ്ങനെ എഴുതാം? എം എൽ ഇനീക്വാളിറ്റി വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ സി ഡെൽറ്റ സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എം ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡി മൈനസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ടില്ലേ മോഡുലസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു ഡി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് എം എൽ ഇനീക്വാളിറ്റി ഒന്നും കൂടി നോക്കാം, നമ്മൾ 1-2 പ്രാവശ്യം പ്രൂഫിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എമ്മിനേക്കാൾ ചെറുതാണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം എല്ലിനേക്കാളും ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്, അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് എന്താണ് കിട്ടിയത്?
ടെൻസ് ടു സീറോ ആസ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു സീറോ. അപ്പോൾ റൈറ്റ് സൈഡാണ് നമുക്കിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഡെൽറ്റ സെറ്റ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് ആകുമ്പോൾ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ സീറോയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെഫ്റ്റ് സൈഡിൻ്റെ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു സീറോ ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ് ഈക്വൽ ടു സീറോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് ഇതായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡ് 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ഡി സെഡ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദെർഫോർ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു, അപ്പോൾ അതിൽ നിന്ന് എന്താണ് ലെഫ്റ്റ് സൈഡ് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് delta set naught tends to 0 f of set naught plus delta set naught minus f of set naught by delta set naught equal to 1/2πi integral over c f of z divided by set minus set naught whole square dz എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഇത് അതായത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടാണ് കേട്ടോ. ഈ വാല്യൂ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടാണ്. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് മൈനസ് ഈ വാല്യൂ ഈക്വൽ ടു സീറോ എന്നാണ് കിട്ടിയത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ഇതെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം n ഈക്വൽ ടു 1 റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കത് nth ഡെറിവേറ്റീവിനും കൂടി ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്യാണ്. ഇത് എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് f has derivatives of order m in d. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? f raised to m z naught equal to m factorial by 2πi integral over c f of z by z minus z naught whole raised to m plus 1 dz എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ f raised to m into z naught plus delta z naught minus f raised to m z naught by delta z naught ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതെന്താണെന്ന് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/delta z naught into ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഫോർമുല നമ്മളിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? എം ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം പ്ലസ് 1 dz മൈനസ് എം ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം പ്ലസ് 1 dz എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഫാക്ടോറിയൽ ബൈ 2πi ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റിൻ്റെ പുറത്തെടുത്താൽ 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് റൈസ് ടു എം പ്ലസ് 1 LCM എടുത്തിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ, എന്തോരും മൈനസ് 1 ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം പ്ലസ് 1 dz എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു എം ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി രണ്ടിലും കോമൺ ആയിട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം പ്ലസ് 1നെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ഡെൽറ്റ സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു മൈനസ് എം പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ടി സെഡ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ടേമിനെ ഔട്ട് സൈഡ് എടുത്തതാണ് രണ്ടിൽ കേട്ടോ. ദറ്റ് ഈസ് ഈക്വൽ ടു എം ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഡെൽറ്റ സെറ്റ് നോട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം പ്ലസ് 1 ഇൻറ്റു ഇനി ഇതെന്താണ്? ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് n അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n ആ ഒരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് കേട്ടോ. 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? 1 പ്ലസ് എൻ എക്സ് പ്ലസ് n ഇൻറ്റു n മൈനസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ആ ഒരു ഫോമിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് എം പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ സെറ്റ് നോട്ട് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് പ്ലസ് എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 2 by 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പിന്നെ ഒരു -1 ഉണ്ട് dz എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം നമ്മൾ പുറത്തെടുത്ത് എഴുതുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കിട്ടുന്നു. അതിനുശേഷം ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പുറത്ത് എം ഫാക്ടോറിയൽ ഉണ്ട്, ഒരു എം പ്ലസ് ഉണ്ട്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എം പ്ലസ് 1 ഫാക്ടോറിയൽ വരും കേട്ടോ. പിന്നെ എല്ലാം കോമൺ ടേംസും പുറത്തെടുത്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലും ഡെൽറ്റ സെറ്റ് നോട്ട് ഉണ്ട്, പുറത്തുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ഡെൽറ്റ സെറ്റ് നോട്ട് ടെൻസ് ടു 0 എഫ് റൈസ് ടു എം അതായത് ലെഫ്റ്റ് സൈഡ് കേട്ടോ. എഫ് റൈസ് ടു എം സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് നോട്ട് മൈനസ് എഫ് റൈസ് ടു എം സെറ്റ് നോട്ട് ബൈ ഡെൽറ്റ സെറ്റ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇതിലിപ്പോൾ ഇവിടെ നിങ്ങളുടെ
ഈ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യണ്ടോ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെയാണ് ഡെൽറ്റ സെറ്റ് നോട്ടിൻ്റെ ടേം എടുക്കുന്നത്. ഇത് സീറോയിലേക്ക് ടെൻറ്റ് ചെയ്താലും ഇതിനെ ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഒരു ടേം ഇൻറ്റു 1, ഫസ്റ്റ് ടേം എന്താ ഇൻറ്റു 1 ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടേംസ് മാത്രമേ എന്തിലേക്ക് പോവുള്ളൂ, സീറോയിലേക്ക് പോവുള്ളൂ. അപ്പോൾ എന്ത് എക്സിസ്റ്റ് ചെയ്യും, ഈ ഒരു ഇവിടെ വരെയുള്ള ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ സെറ്റ് നോട്ട് എന്നുള്ളത് സീറോയിലേക്ക് ടെൻറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ദറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ സെറ്റ് not tends to 0, f raised to m set naught plus delta set naught minus f raised to m set naught divided by delta set naught equal to right side എന്താ വരിക, m plus 1 factorial by 2 pi I integral over c f of z divided by z minus z naught whole raised to m plus 2 dz എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യും. ബാക്കി അവിടെ നിങ്ങളുടെ വാല്യൂസ് എല്ലാം 0 ആയി പോകും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്, ഇഫ് എഫ് ഹാസ് ഡെറിവേറ്റീവ് ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്, ഇറ്റ് ഹാസ് എ ഡെറിവേറ്റീവ് ഓഫ് ഓർഡർ എം പ്ലസ് 1 അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്. എംത്ത് ഓർഡറിലുള്ള ഒരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവും ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ, എഫ് റൈസ് ടു എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അർത്ഥം. ഓക്കെ, എഫ് റൈസ് ടു എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ടിൻ്റെ വാല്യൂ ആണ് എന്ത്, ലിമിറ്റ് ഡെൽറ്റ സെഡ് നോട്ട് ടെൻസ് ടു 0, എഫ് റൈസ് ടു എം സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് മൈനസ് എഫ് റൈസ് ടു എം സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് നോട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എൻ പ്ലസ് 1th ഡെറിവേറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡ്. ഈ ഇതെന്ന് പറഞ്ഞാൽ എം പ്ലസ് 1th ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, എം പ്ലസ് 1th ഡെറിവേറ്റീവ് ആണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത് കിട്ടിയത്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, റിസൾട്ട് 1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇപ്പോൾ എം പ്ലസ് 1ന് അത് എക്സിസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് എല്ലാ എന്നിനും ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, therefore f raised to n set naught equal to n factorial by 2 pi I integral over c f of z by z minus z naught whole raised to n plus 1 dz എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. z naught എന്നുള്ളത് ഒരു ആർബിട്രറി പോയിൻ്റ് ആണ് സെഡിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Integrate the function z raised to 4 minus 3 z square plus 6 divided by z plus I whole cube in the counterclockwise sense around the circle mod z equal to 3/2. ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോഷി ഇൻ്റഗ്രൽ തിയർ ആണോ, ഫോർമുലയാണോ, എക്സ്റ്റൻഷൻ ആണോ എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആദ്യം തന്നെ നോക്കുക, ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തൊരു പോയിന്റ് ഉണ്ട് അല്ലേ. സെഡ് പ്ലസ് ഐ ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു ഐ ആവുമ്പോൾ അത് അനലറ്റിക് അല്ല. അപ്പോൾ സെഡ് ഈക്വൽ ടു ഐ എന്നുള്ള പോയിന്റ് മോഡ് സെഡ് ഈക്വൽ ടു 3/2 എന്നുള്ള സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. മോഡ് സെഡ് ഈക്വൽ ടു 3/2 എന്ന് പറയുമ്പോൾ 1 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ റേഡിയസ് വരും. സെഡ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ ഐ വരുന്നതാണ്. അപ്പോൾ അതെന്തായാലും ഏതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നോക്കാം, ഇങ്ങനെയാണ് വരുന്നത്. അതായത് സെഡ് ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ 1നേക്കാളും വലിയ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് വരുന്നത്. അപ്പോൾ 1 ഇവിടെ കിടക്കുന്നത്, ഇപ്പോൾ ഇവിടെയാണ് 1 എങ്കിൽ 1.5 ഇതിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ സെഡ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, ഇവിടെയാണ് കിടക്കുന്നത്. സെഡ് ഈക്വൽ ടു എന്താണ്, വൈ ആക്സിസിലാണ് ഐ എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടാണ് ഐ എന്നുള്ളത് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ മൊത്തം ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അനലറ്റിക് അല്ല. ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കർവിൻ്റെ ഉള്ളിൽ അത് അനലറ്റിക് അല്ല. പക്ഷേ ന്യൂമറേറ്റർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അനലറ്റിക് ആണ് അല്ലേ. ന്യൂമറേറ്റർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അനലറ്റിക് ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ സെഡ് മൈനസ് സെഡ് നോട്ടിനെ എഴുതി കഴിഞ്ഞാൽ കോഷി ഇൻ്റഗ്രൽ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് അനലറ്റിക് അല്ലാത്ത ഒരു പോയിന്റ് ഇൻറ്റീരിയറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഫോമിലാണ് കിടക്കുന്നത് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബ് എന്ന് വന്നിട്ടുണ്ട്, ഹയർ പവർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 3/2 എന്നാണ് വന്നിട്ടുള്ളത്. സി ഈസ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ, ഒറിജിൻ ആൻഡ് റേഡിയസ് 3/2 ഓറിയൻറ്റഡ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റൈസ് ടു 4 മൈനസ് 3 സെഡ് സ്ക്വയർ പ്ലസ് 6 എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ന്യൂമറേറ്റർ മാത്രം എഫ് ഓഫ് സെഡ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് സെഡ് തന്നിരിക്കുന്ന കർവിൻ്റെ ഉള്ളിൽ അനലറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എഫ് ഓഫ് സെഡ് ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് അനലറ്റിക് എവ്രിവെയർ ആൻഡ് ഹെൻസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ ദ കർവ് സി. ഇനി സെഡ് ഈക്വൽ ടു ഐ അല്ല കേട്ടോ, സോറി, ഇവിടെ സെഡ് ഈക്വൽ ടു മൈനസ് ഐ ആണ്. സെഡ് പ്ലസ് ഐ ആണല്ലോ. അപ്പോൾ സെഡ് ഈക്വൽ ടു മൈനസ് ഐയിലാണ് അനലറ്റിക് അല്ലാത്തത് കേട്ടോ, സോറി, ഞാൻ ഐ എന്നാണ് നേരത്തെ പറഞ്ഞതെന്ന് അതൊന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പോൾ സെഡ് ഈക്വൽ ടു മൈനസ് ഐ ഇസ് എ പോയിന്റ് വിത്തിൻ ദ സി. Therefore, integral over c z raised to 4 minus 3 z square plus 6 divided by z plus I whole cube dz equal to
ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് മൈനസ് ഐ എന്ന് എഴുതാം അല്ലേ? ശരിയല്ലേ? സെഡ് മൈനസ് ഐ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം. 2πi ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ. ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? എന്തായിരുന്നു? എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ആണെങ്കിൽ 2 ഫാക്ടോറിയൽ ബൈ 2πi എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇൻ്റഗ്രൽ മാത്രം നോക്കുമ്പോൾ ആ ഭാഗം എന്ത് വരും? നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. പഠിച്ചിരിക്കുന്ന ഫോർമുല ഇങ്ങനെയായിരിക്കും. അതായത് ഇതുപോലെ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പുറത്തായിരിക്കും 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ ക്യൂബ് ഡി സെഡ് ഈക്വൽ ടു, ഇതിവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയായിരിക്കും നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ മാത്രമാകുമ്പോൾ ഈ ടേം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നതാണ് കേട്ടത്. അപ്പോൾ എന്ത് വരും? 2πi ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ. എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് സെഡ് എന്താണ്? തന്നിരിക്കുന്ന പോളിനോമിയൽ. അതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ മൈനസ് ഐ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു πi ഇൻറ്റു, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയർ ഓഫ് സെഡ് റേസ് ടു 4 മൈനസ് 3 സെഡ് സ്ക്വയർ പ്ലസ് 6നെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ മൈനസ് ഐ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് -18πi എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം സെഡ് ഈക്വൽ ടു ഐ എന്നാണ് പറഞ്ഞത്. സോറി, സെഡ് ഈക്വൽ ടു മൈനസ് ഐ ആണ് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് കേട്ടോ. ഓക്കെ. അപ്പോൾ മൈനസ് ഐ ആകുമ്പോൾ എന്താ വ്യത്യാസം? നെഗറ്റീവ് ആക്സിസിൽ കിടക്കുന്നു മാത്രം. ഓക്കെ. വൈ ആക്സിസിൽ തന്നെ നെഗറ്റീവ് സൈഡിലാണ് കിടക്കുക. ഓക്കെ. അതുപോലെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ഡി സെഡ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നോക്കണ്ടേ? സി എന്നുള്ളത് ഇറ്റ് ഈസ് എ പാത്ത് എൻക്ലോസിങ് ദി ഒറിജിൻ. എനി പാത്ത് എൻക്ലോസിങ് ദി ഒറിജിൻ. ഒറിജിനെ എൻക്ലോസ് ചെയ്യണ പാത്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് ഏതാ വരുന്നത്? സെഡ് ഈക്വൽ ടു 0. അത് എവിടെയാണ് കിടക്കുന്നത്? തന്നിരിക്കുന്ന കർവിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ മൊത്തമായിട്ട് എന്തെല്ലാം? അനലിറ്റിക് അല്ല. ഫംഗ്ഷൻ മൊത്തം, അതായത് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന കർവിൻ്റെ ഉള്ളിൽ ഇത് അനലിറ്റിക് അല്ല. അപ്പോൾ നമുക്ക് കോഷി ഇൻ്റഗ്രൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതാ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഫോർമുലയെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി താഴെ കിടക്കുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ഫോമിലാണോ? അല്ല, സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാ ഉപയോഗിക്കേണ്ടത്? എക്സ്റ്റൻഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ഇവിടെ ഹോൾ സ്ക്വയർ വന്നതുകൊണ്ട് നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ സി, ഇവിടെ എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ നമ്മൾ എന്തെടുക്കുക? സെഡ് പ്ലസ് 1 എന്നെടുക്കുക. എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ ന്യൂമറേറ്റർ ആയിട്ടുള്ള സെഡ് പ്ലസ് 1 എന്നെടുക്കുക. ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയറിൻ്റെ പ്ലേസിൽ എന്തെടുക്കുക? സെഡ് സ്ക്വയർ എന്നെടുക്കുക. ഡി സെഡ് ഈക്വൽ ടു എന്ത് വരും? 2πi ഇൻറ്റു 1 ഫാക്ടോറിയൽ 2πi ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ്, ഇവിടെ സെഡ് നോട്ടിൻ്റെ വാല്യൂ 0 ആണ്. എഫ് ഡാഷ് ഓഫ് 0 എന്ന് എടുക്കുക. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് പ്ലസ് 1. അതാണ് എഫ് ഓഫ് ന്യൂമറേറ്റർ മാത്രമാണ് ഇവിടെ എഫ് ഓഫ് സെഡ് എടുക്കേണ്ടത് കേട്ടോ, മൊത്തത്തിൽ എടുക്കരുത്. ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് പ്ലസ് 1 ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം? സെഡിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആൻസറായി. അടുത്തത്, സി ഈസ് ദ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ കണ്ടെയ്നിങ് ദ ഒറിജിൻ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു എ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു n+1 ഡി സെഡ് ഈക്വൽ ടു എ റേസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് നോക്കണം. സി ഈസ് എ കോണ്ടൂർ കണ്ടെയ്നിങ് ദ ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ, അതായത് സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ അനലിറ്റിക് അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് നമ്മൾ എന്തെടുത്താൽ മതി? ന്യൂമറേറ്റർ മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം. എഫ് റേസ് ടു n, nth ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. കാരണം സെഡ് റേസ് ടു n+1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ nth ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. എഫ് റേസ് ടു n ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n+1 ഡി സെഡ് എന്ന് എഴുതുക. ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എ സെഡ് ആണ്. സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ എഫ് റേസ് ടു n ഓഫ് സെഡ് എന്താ വരിക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എ ഇൻറ്റു ഇ റേസ് ടു എ സെഡ് എന്ന് പറയും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എ സെഡ് എന്ന് പറയും. തേർഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എ ക്യൂബ് ആവും. അപ്പോൾ nth ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? എ റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു എ സെഡ് എന്നാണ് വരിക. ഓക്കെ. ഇനി അതിൽ nth ഡെറിവേറ്റീവിൽ സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? nth ഡെറിവേറ്റീവ് കണ്ടിട്ട് സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു 0 എന്നാണ് വരിക. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എ റേസ് ടു n എന്ന് മാത്രം വരും. ഓക്കെ. nth ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ റേസ് ടു n എന്ന് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ
that is a raised to n equal to n factorial divided by 2 pi I integral over c e raised to a z divided by z raised to n plus 1 dz എന്ന് എഴുതാൻ പറ്റും. that is ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? that is 1 by 2 pi I integral over c e raised to a z by z raised to n plus 1 dz equal to a raised to n divided by n factorial. ഓക്കെ, ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരേ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് ദി ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അറൗണ്ട് ദ സർക്കിൾ മോഡ് z ഈക്വൽ ടു 3/2. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്? സെറ്റ് ഡിനോമിനേറ്റർ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കൂ. ഏതൊക്കെ പോയിന്റ്സ് ആണ് വരിക? z ഈക്വൽ ടു 1 വരും. അതുപോലെ സെഡ് സ്ക്വയർ ഈക്വൽ ടു -4. സെഡ് സ്ക്വയർ ഈക്വൽ ടു -4 എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു ഏതൊക്കെ പോയിന്റ്സ് ആണ് വരിക? z ഈക്വൽ ടു +or-2i എന്നുള്ള പോയിന്റ്സും വരും അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സിൽ അത് അനലിറ്റിക്കൽ. ഇങ്ങനെയുള്ള അനലിറ്റിക്കൽ അല്ലാന്ന് നോക്കണത് എങ്ങനെയാണ്? ഡിനോമിനേറ്ററിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഡിനോമിനേറ്റർ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ z-1 ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ z ഈക്വൽ ടു 1ൽ z ഈക്വൽ ടു 1ൽ അനലിറ്റിക് അല്ല. അതുപോലെ തന്നെ സെഡ് സ്ക്വയർ +4 ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു -4 എന്ന് കിട്ടും. അപ്പോൾ z ഈക്വൽ ടു +or-2i എന്നും കിട്ടും. ഓക്കെ, ഈ ഇത്രയും പോയിന്റ്സിൽ അനലിറ്റിക് അല്ല. ഇനി ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണേന്ന് നോക്കാം. ഇതിൽ 3/2 ആണ് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 3/2 റേഡിയസ് ആകുമ്പോൾ 1 എന്നുള്ള പോയിന്റ് മാത്രമേ എവിടെ കിടക്കുന്നുള്ളൂ? ഇൻസൈഡിൽ കിടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സും എവിടെയാണ് കിടക്കുന്നത്? ഔട്ട്സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? f(z) ആയിട്ട് ഏതിനെ നമുക്ക് എടുക്കാം? ഏത് ഭാഗത്തിനെ നമുക്ക് f(z) ആയിട്ട് എടുക്കാം? e raised to z ഡിവൈഡഡ് ബൈ z² + 4നെ നമുക്ക് തന്നിട്ടുള്ള f(z) ആയിട്ട് എടുക്കാം. ഓക്കെ, അനലിറ്റിക് അല്ലാതെ കിടക്കുന്ന പോയിന്റ് ഏതൊക്കെ പോയിന്റ് ആണോ അനലിറ്റിക് അല്ലാതെ അത് കർവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഡിനോമിനേറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? f(z) ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? അപ്പം നമുക്ക് മോഡ് z ഈക്വൽ ടു 3/2 ആണ് ഇതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സി ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ, ഒറിജിൻ ആൻഡ് റേഡിയസ് 3/2 ഓറിയൻറ്റഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഓൾസോ f(z) എന്ന് നമ്മളെടുത്തത് e raised to z ഡിവൈഡഡ് ബൈ z² + 4 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ f(z) ഈസ് അനലിറ്റിക് ഇൻ എവറി ഡൊമൈൻ നോട്ട് കണ്ടെയ്നിങ് z ഈക്വൽ ടു +or-2i. ഓക്കെ, അതുകൊണ്ട് ആ തന്നിരിക്കുന്ന കർവിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. z ഈക്വൽ ടു 1ൽ മാത്രമേ അനലിറ്റിക് അല്ലാത്തുള്ളൂ. അതിനെ മാത്രം നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ c e raised to z ഡിവൈഡഡ് ബൈ z-1 ഹോൾ സ്ക്വയർ ഇൻറ്റു z² + 4 dz ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ c f(z) ബൈ z-1 ഹോൾ സ്ക്വയർ dz എന്ന് മാത്രം എഴുതാം. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ z-1 ഹോൾ സ്ക്വയർ വന്നതുകൊണ്ട് ഏതാണ് ഫോർമുല വരിക? ദറ്റ് ഈസ് ഈക്വൽ ടു 2πi by 1 factorial ഇൻറ്റു f'(1) എന്നാണ് ഫോർമുല വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ? e raised to z by z² + 4 കൊടുക്കുക. അപ്പോൾ ഫൈനൽ ആൻസർ എന്തിലേക്ക് പോകും? 6πe ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു i എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ മൊത്തമായിട്ടും അനലറ്റിക് ആണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കോഷി ഇൻ്റഗ്രൽ തിയറം ഉപയോഗിക്കുക. കോഷി ഇൻ്റഗ്രൽ തിയറം അല്ല, കോഷി തിയറം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ 0ലേക്ക് പോകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ അനലറ്റിക് അല്ല, ആ പോയിന്റ് കർവിൻ്റെ ഇൻസൈഡിലാണ് കിടക്കണമെങ്കിലാണ് നമ്മളെപ്പോഴും എന്ത് ഉപയോഗിക്കുക? കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കുക. അതിൽ തന്നെ ശ്രദ്ധിക്കണം, എക്സ്റ്റൻഷൻ ഉപയോഗിക്കുക. ഹയർ പവേഴ്സ് വരുമ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ.